നിങ്ങളുടെ വാക്കുകൾക്ക് ഇനി അസാധാരണ ശക്തി. ആരെയും സ്വാധീനിക്കാൻ 3 മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ. ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തലയാട്ടിപ്പോകും. എന്താണിതിന് കാരണം? ഈ ലോകത്ത് അടിസ്ഥാനപരമായി 2 തരം ആളുകളുണ്ട്. ഒന്ന്, തങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നോ എന്ന ഉത്തരം സ്ഥിരമായി കേൾക്കുന്നവർ. അവർ എന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും ഒരു അദൃശ്യമായ മതിൽ എപ്പോഴും മുന്നിൽ വന്നു നിൽക്കും. രണ്ടാമത്തെ കൂട്ടർ, അവരെന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ സമ്മതം മൂക്കും. ഒരു മീറ്റിംഗിൽ ഒരു ആശയം അവതരിപ്പിക്കുമ്പോഴോ, സുഹൃത്തുക്കളോട് ഒരു സഹായം ചോദിക്കുമ്പോഴോ, അല്ലെങ്കിൽ വീട്ടിലൊരു കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴോ ആകട്ടെ, അവരുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ആകർഷണ ശക്തിയുള്ളതുപോലെ നമുക്ക് തോന്നും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസമെന്ന്? ഇത് ജന്മന കിട്ടുന്ന ഒരു കഴിവോ ഭാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാന്ത്രിക വിദ്യയോ ഒന്നുമല്ല. അവർക്ക് 4 കൈയോ 2 തലയോ ഒന്നുമില്ല. അവർ നിങ്ങളെയും എന്നെയും പോലെ സാധാരണ മനുഷ്യരാണ്. പക്ഷേ അവർക്കൊരു രഹസ്യമറിയാം. മനുഷ്യ മനസ്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മനസ്സിലാക്കിയ ആർക്കും ഉപയോഗിക്കാവുന്ന 3 താക്കോലുകളാണ് ഇതിന് പിന്നിൽ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മറ്റൊരാളെ സ്വാധീനിക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പേടി വരും. ഞാനെന്താ മറ്റുള്ളവരെ കബളിപ്പിച്ച് കാര്യം നേടാൻ പോവുകയാണോ? അതോ അതൊരു ചതിയല്ലേ? സ്വാധീനം, ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്നത് ഒരു നെഗറ്റീവ് ചിത്രമാണ്. അതിനെ നമ്മൾ സ്വാധീനം എന്നല്ല, കബളിപ്പിക്കൽ, മാനിപ്പുലേഷൻ എന്നാണ് വിളിക്കേണ്ടത്. കബളിപ്പിക്കൽ താൽക്കാലികമായി വിജയിച്ചേക്കാം, പക്ഷേ അത് ബന്ധങ്ങളെ എന്നേക്കുമായി തകർക്കും. എന്നാൽ ശരിയായ സ്വാധീനം അങ്ങനെയല്ല. അത് മറ്റൊരാളുടെ ചിന്തകളെയും വികാരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് അവർക്കും നമുക്കും ഒരുപോലെ പ്രയോജനമുള്ള ഒരു തീരുമാനത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്ന ഒരു കലയാണ്. അത് വിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും ആ കലയാണ്. നിങ്ങളുടെ സംസാരത്തിന് ഒരു കാന്തശക്തി നൽകുന്ന അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറായ ഡോക്ടർ റോബർട്ട് സിയാൽഡിനി വർഷങ്ങളുടെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 3 മനഃശാസ്ത്രപരമായ രഹസ്യങ്ങൾ. തന്ത്രം 1, പ്രത്യുപകാരത്തിന്റെ നിയമം, ദി ലോ ഓഫ് റെസിപ്രോസിറ്റി. വളരെ ലളിതമാണ് നിയമം. ആരെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്താൽ അല്ലെങ്കിൽ ഒരു സഹായം നൽകിയാൽ തിരികെ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും. ഒരു കടപ്പാട്. ആ കടപ്പാടിന്റെ ഭാരം നമ്മുടെ മനസ്സിൽ കിടക്കും. കടപ്പെട്ടിരിക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ കടം വീട്ടാൻ നമ്മളൊരു അവസരം നോക്കിയിരിക്കും. ഇതൊരു സാമൂഹിക നിയമം മാത്രമല്ല, നമ്മുടെ തലച്ചോറിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു കോഡാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായി ജീവിക്കുന്നതിന്റെ ഫലമാണിത്. പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് നമ്മൾ അതിജീവിച്ചത്. 1971 ഡെന്നിസ് റീഗൻ എന്ന സാമൂഹിക മനഃശാസ്ത്രജ്ഞൻ നടത്തിയ ഒരു പ്രശസ്തമായ പരീക്ഷണമുണ്ട്. ഒരു ആർട്ട് ഗാലറിയിൽ പെയിന്റിങ്ങുകൾ വിലയിരുത്താനായി കുറച്ച് ആളുകളെ ക്ഷണിച്ചു. പരീക്ഷണത്തിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും കൂടെ ജോ എന്ന പേരുള്ള മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഈ ജോ യഥാർത്ഥത്തിൽ പരീക്ഷണ സംഘത്തിലെ ഒരംഗമായിരുന്നു. ഇടവേള സമയത്ത് ജോ മുറിയിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നു. പകുതി ആളുകളുടെ അടുത്തേക്ക് വരുമ്പോൾ ജോ കയ്യിൽ 2 കൊക്കക്കോള കുപ്പികളുമായി വന്നു. ഒന്ന് തനിക്ക്, മറ്റൊന്ന് കൂടെ ഇരിക്കുന്ന ആൾക്ക്. ഞാൻ എനിക്കൊരെണ്ണം വാങ്ങിയപ്പോൾ നിങ്ങൾക്കും ഒരെണ്ണം വാങ്ങി എന്ന് പറഞ്ഞ് ആ കോക്ക് അവർക്ക് സൗജന്യമായി നൽകി. മറ്റേ പകുതി ആളുകൾക്ക് ജോ ഒന്നും നൽകിയതുമില്ല. പരീക്ഷണം കഴിഞ്ഞതിനു ശേഷം ജോ എല്ലാവരുടെയും അടുത്ത് ഒരു സഹായം അഭ്യർത്ഥിച്ചു. ഞാനൊരു റാഫിൽ ടിക്കറ്റ് വിൽക്കുന്നുണ്ടെന്നും ഒരു ടിക്കറ്റ് വാങ്ങി സഹായിക്കുമോ എന്നും ചോദിച്ചു. ഫലം അത്ഭുതകരമായിരുന്നു. ജോയിൽ നിന്ന് സൗജന്യമായി കൊക്കക്കോള ലഭിച്ചവർ ഒന്നും ലഭിക്കാത്തവരെക്കാൾ ഇരട്ടിയിലധികം ടിക്കറ്റുകൾ വാങ്ങി. ഓർക്കണം, ആ റാഫിൽ ടിക്കറ്റിന്റെ വില ജോ നൽകിയ കോക്കിന്റെ വിലയേക്കാൾ എത്രയോ കൂടുതലായിരുന്നു. എന്നിട്ടും അവർ ആ ടിക്കറ്റുകൾ വാങ്ങി. ആ ചെറിയ കോക്ക് അവരുടെ മനസ്സിൽ ഒരു കടപ്പാട് സൃഷ്ടിച്ചു. അതുകൊണ്ട് ഒരു ബന്ധം തുടങ്ങുമ്പോൾ അങ്ങോട്ട് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങോട്ട് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. പക്ഷേ വെറുതെ എന്തെങ്കിലും കൊടുത്താൽ മതിയോ? പോരാ. നിങ്ങൾ നൽകുന്നത് അപ്രതീക്ഷിതവും ആത്മാർത്ഥവുമാകുമ്പോഴാണ് അതിന് ശക്തി കൂടുന്നത്. ഒരു സഹപ്രവർത്തകൻ നല്ല കാപ്പിയെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു എന്ന് കരുതുക. അടുത്ത ദിവസം ഒരു ചെറിയ പാക്കറ്റ് കാപ്പിപ്പൊടി വാങ്ങി ഇന്നലെ സംസാരിച്ചത് ഓർത്തപ്പോൾ തരാൻ തോന്നി എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കൂ. ആ ചെറിയ സമ്മാനം ഒരു വലിയ ബന്ധത്തിന് തുടക്കമിടും. കാരണം നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നു എന്ന് അത് കാണിക്കുന്നു. നിങ്ങളൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ സമയമോ അറിവോ ഒരു ചെറിയ സഹായമോ ആത്മാർത്ഥമായി നൽകുമ്പോൾ നിങ്ങൾ കേവലം
ഒരു കടപ്പാട് സൃഷ്ടിക്കുകയല്ല, മറിച്ച് ആഴത്തിലുള്ളതും നിലനിൽക്കുന്നതുമായ ഒരു വിശ്വാസത്തിന്റെ പാലം പണിയുകയാണ്. ആ പാലത്തിലൂടെയാണ് ഏത് വലിയ ആശയത്തിനും അനായാസം സഞ്ചരിക്കാൻ കഴിയുന്നത്. തന്ത്രം 2. സാമൂഹിക തെളിവിന്റെ ശക്തി. ദി പവർ ഓഫ് സോഷ്യൽ പ്രൂഫ്. നമ്മളിപ്പോൾ വിശ്വാസത്തിന്റെ ആദ്യ പടി ചവിട്ടി. പക്ഷേ ഒരാളെ മാത്രം സ്വാധീനിച്ചാൽ മതിയോ? ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആശയം എങ്ങനെ വിജയിപ്പിക്കും? അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ താക്കോൽ വരുന്നത്, സാമൂഹിക തെളിവ്. ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്തപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചുറ്റും നോക്കും. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നമ്മുടെ പ്രവണതയാണ് സോഷ്യൽ പ്രൂഫ്. ലളിതമായി പറഞ്ഞാൽ കൂട്ടം തെറ്റാറില്ല എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ വലിയ ക്യൂ കണ്ടാൽ അവിടുത്തെ ഭക്ഷണം നല്ലതാണെന്ന് നമ്മൾ ഉറപ്പിക്കും. ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് ഒരുപാട് ലൈക്കും കമന്റും കാണുമ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിരിക്കുമെന്ന് കരുതി നമ്മൾ അത് കാണും. ഇതാണ് സാമൂഹിക തെളിവ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ആശയം മഹത്തരമാണെന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് പറയുന്നതിനേക്കാൾ ശക്തിയുണ്ട് മറ്റുള്ളവർക്ക് ആ ആശയം കൊണ്ട് പ്രയോജനമുണ്ടായി എന്ന് കാണിക്കുന്നതിന്. ഈ പുതിയ സോഫ്റ്റ്വെയർ വളരെ നല്ലതാണ്, നമ്മുടെ സമയം ലാഭിക്കും എന്ന് പറയുന്നതിന് പകരം നമ്മുടെ അതേപോലെയുള്ള മറ്റൊരു കമ്പനിയിലെ മാർക്കറ്റിംഗ് ടീം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം അവരുടെ പ്രൊഡക്ടിവിറ്റി 30% വർദ്ധിച്ചു എന്ന് അവരുടെ മാനേജർ പറഞ്ഞു എന്ന് പറയുന്നതിന് കൂടുതൽ ശക്തിയുണ്ടാകും. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ആ മറ്റുള്ളവർ നമ്മളെപ്പോലെ അല്ലെങ്കിൽ എന്തു ചെയ്യും? സാമൂഹിക തെളിവ് ഏറ്റവും ശക്തമാകുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് വരുമ്പോഴാണ്. ഡോക്ടർ റോബർട്ട് സിയാൽഡിനി ഹോട്ടലുകളിൽ നടത്തിയ ഒരു പരീക്ഷണം ഇതിന് മികച്ച ഉദാഹരണമാണ്. ഹോട്ടൽ മുറിയിലെ ടവലുകൾ പുനരുപയോഗിക്കാൻ അതിഥികളെ പ്രേരിപ്പിക്കാനായി അവർ പലതരം ബോർഡുകൾ വെച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ടവലുകൾ പുനരുപയോഗിക്കുക എന്ന ബോർഡ് വെച്ചപ്പോൾ കുറച്ചുപേർ അതനുസരിച്ചു. എന്നാൽ ഈ ഹോട്ടലിൽ താമസിക്കുന്ന 75% അതിഥികളും ടവലുകൾ പുനരുപയോഗിക്കുന്നു എന്നെഴുതിയ ബോർഡ് വെച്ചപ്പോൾ അനുസരിക്കുന്നവരുടെ എണ്ണം കൂടി. അതിലും അത്ഭുതകരമായ ഫലം കിട്ടിയത് ഈ മുറിയിൽ മുൻപ് താമസിച്ച ഭൂരിഭാഗം പേരും അവരുടെ ടവലുകൾ പുനരുപയോഗിച്ചിരുന്നു എന്നെഴുതിയ ബോർഡ് വെച്ചപ്പോഴാണ്. കാരണം ഈ മുറിയിൽ താമസിച്ചവർ എന്നത് നമ്മളുമായി കൂടുതൽ സമാനതയുള്ള ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആശയം നിങ്ങളെപ്പോലെയുള്ള മറ്റുള്ളവർ എങ്ങനെ സ്വീകരിച്ചു എന്ന് കാണിക്കുക. അത് നിങ്ങളുടെ വാദത്തിന് വലിയ ശക്തി നൽകും. തന്ത്രം 3. അധികാരത്തിന്റെ ആനുകൂല്യം. ദി അതോറിറ്റി അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തു, നമ്മളെപ്പോലെയുള്ള മറ്റുള്ളവരും ഇതിനെ അംഗീകരിക്കുന്നുവെന്ന് കാണിച്ചു. പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന ആൾ എന്തിനാണ് നിങ്ങളെ വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ വാക്കുകൾക്ക് എന്ത് അധികാരമാണുള്ളത്? ഇതാണ് നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും താക്കോൽ, അധികാരം. ഇവിടെ അധികാരം എന്ന് പറയുന്നത് പദവിയോ സ്ഥാനമോ അല്ല, മറിച്ച് അറിവും വൈദഗ്ധ്യവുമാണ്. വിശ്വസനീയരും അറിവുള്ളവരുമായ വിദഗ്ധരെ ആളുകൾ അനുസരിക്കാനും വിശ്വസിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരു വെളുത്ത കോട്ടിട്ട ഡോക്ടർ ഒരു മരുന്ന് കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ രണ്ടാമതൊന്നും ആലോചിക്കാത്തത് അതുകൊണ്ടാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കഴിവിനെക്കുറിച്ചും അറിവിനെക്കുറിച്ചും നമ്മൾ തന്നെ സംസാരിക്കുന്നത് ഒരു അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നിയേക്കും. അവൻ സ്വയം പൊക്കി പറയുന്നു എന്നാളുകൾ ചിന്തിച്ചേക്കാം. അപ്പോൾ അഹങ്കാരമില്ലാതെ സ്വാഭാവികമായി നമ്മുടെ വൈദഗ്ധ്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ കഴിവ് വിളിച്ചു പറയുകയല്ല വേണ്ടത്, മറിച്ച് അത് പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ് വേണ്ടത്. ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുമ്പോൾ, കാര്യങ്ങൾ ലളിതമായി വിശദീകരിക്കുമ്പോൾ, ചോദ്യങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഉത്തരം നൽകുമ്പോൾ നിങ്ങളുടെ അധികാരം തനിയെ വെളിപ്പെടും. ഞാനൊരു വിദഗ്ധനാണ് എന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സംസാരം തന്നെ അത് പറയും. നിങ്ങളുടെ കഴിവിനെക്കുറിച്ചോ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചോ മറ്റൊരാൾ പറയുന്നത് എപ്പോഴും കൂടുതൽ ശക്തമാണ്. ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളെ മറ്റൊരാൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇദ്ദേഹം ഈ വിഷയത്തിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളാണ് എന്ന് അവർക്ക് പറയാം. അത് നിങ്ങൾ സ്വയം പറയുന്നതിനേക്കാൾ ഫലപ്രദമാണ്. ഇതിൽ ഏറ്റവും വലിയ രഹസ്യം എന്തെന്നാൽ, നിങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, ക്ഷമിക്കണം, എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാം എന്ന് സത്യസന്ധമായി സമ്മതിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ വിശ്വാസ്യത ആകാശത്തോളം ഉയർത്തും. കാരണം നിങ്ങൾക്കറിയാത്തത് അറിയില്ല എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും സ്വർണത്തെക്കാൾ വിലയുണ്ടാകും. വിശ്വാസമാണ് യഥാർത്ഥ മാന്ത്രിക വിദ്യ. ഈ 3 താക്കോലുകളും
പ്രത്യുപകാരം, സാമൂഹിക തെളിവ്, അധികാരം. നിങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു മാന്ത്രികമായ മാറ്റം സംഭവിക്കും. നിങ്ങൾ ആദ്യം എന്തെങ്കിലും നൽകുന്നു, പ്രത്യുപകാരം. നിങ്ങളുടെ ആശയത്തെ നിങ്ങളെപ്പോലെയുള്ള മറ്റുള്ളവർ പിന്തുണയ്ക്കുന്നു എന്ന് നിങ്ങൾ കാണിക്കുന്നു, സോഷ്യൽ പ്രൂഫ്. നിങ്ങൾ ആ വിഷയത്തിൽ അറിവുള്ള ആളാണെന്ന് നിങ്ങളുടെ സംസാരത്തിലൂടെയും സത്യസന്ധതയിലൂടെയും വ്യക്തമാക്കുന്നു, അതോറിറ്റി. ഈ 3 കാര്യങ്ങളും ചേരുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ലഭിക്കുന്ന ശക്തി തടയാനാകാത്ത ഒന്നായിരിക്കും. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇവയൊന്നും കബളിപ്പിക്കാനുള്ള ഉപകരണങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ളതും ബഹുമാനപൂർണവുമായ ധാരണയിൽ അധിഷ്ഠിതമായ മികച്ച ആശയവിനിമയത്തിനുള്ള വഴികളാണ്. ഇവയുടെ എല്ലാം അടിസ്ഥാനം ഒന്നേയുള്ളൂ, വിശ്വാസം. ആളുകൾ നിങ്ങളെ വിശ്വസിക്കുമ്പോൾ അവർ നിങ്ങളുടെ ആശയങ്ങളെ വിശ്വസിക്കും. അവർ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കും. അപ്പോൾ നോ എന്ന വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമാവുകയും യെസ് എന്ന വാക്ക് ഒരു സ്ഥിരം സുഹൃത്തായി മാറുകയും ചെയ്യും. അപ്പോൾ അവസാനം ആരെയും സ്വാധീനിക്കുന്നതിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്താണ്? അത് മറ്റൊരാളുടെ തലച്ചോറിനെ ഹാക്ക് ചെയ്യലല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ ഒരു വാതിൽ തുറക്കലാണ്. ആ താക്കോലാണ് നിങ്ങൾ ഇന്ന് പഠിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ കുറച്ച് നിമിഷങ്ങളെടുത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പുതിയ അപ്ഡേറ്റുകൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വിഷയവുമായി നമുക്ക് ഉടൻ കാണാം. അതുവരെ നന്ദി.